ഹലോ, വെൽക്കം ടു ട്രാവൽ ഡയറി. ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്ന വീഡിയോ വൈൻ ടേസ്റ്റിങ്ങിനെ പറ്റിയാണ്. ഇത് ഞങ്ങൾ ഇറ്റലിയിലുള്ളപ്പം ചെയ്ത വീഡിയോ ആണ്. ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ബിനോയ് ചേട്ടനാണ് ഇതിനെക്കുറിച്ച് നിങ്ങളോട് വിശദീകരിക്കുന്നത്. ബിനോയ് ചേട്ടൻ വർഷങ്ങളായിട്ട് അവിടെ ഒരു വൈൻ കമ്പനിയിൽ വൈൻ ടേസ്റ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പം വീഡിയോ കാണുക, അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നമുക്കൊരു വൈൻ ടേസ്റ്റ് ചെയ്യുന്നത് ഇത് ഇവിടുത്തെ നമ്മൾ കണ്ട റിസർവ് വൈനാണ്. 2016 വിന്റേജ്, അതേ മതി വർഷം കൊടുത്തേക്കുന്നില്ലേ. ഇത് സിംഗിൾ വീനാണെന്ന് വരുന്നതാണ്. റാഞ്ച എന്നാണ് അതിന്റെ പേര്. ആ വീനാന്റെ പേര്, വൈൻ്റെ പേരാണ്. നമുക്കിത് എങ്ങനെയാണ് വൈൻ ടേസ്റ്റ് ചെയ്യുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മളൊരു വൈൻ ടേസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കണം. ആദ്യമായിട്ട് നമ്മളൊരു വൈൻ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ലുക്കിൽ കാണേണ്ട കാര്യങ്ങളാണ്. ലുക്കിൽ നമ്മൾ എന്തൊക്കെയാണ് വൈനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വൈൻ ലുക്കിൽ നമ്മൾ ഒരു ലൈറ്റ് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണ്. അതായത് വൈൻ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുന്നത് വൈൻ ക്ലിയർ ആണോ എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും പൊടി പടലങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ നോക്കുന്നു. ഈ വൈൻ നല്ല ക്ലിയർ ആണ്, നിങ്ങൾക്ക് നോക്കിയറിയാം, നല്ല ക്ലിയർ ആണ് ആ വൈന്. ഒരു പൊടിയോ പടലോ ഒന്നുമില്ല. ഒരു കറക്റ്റ് ലിംപിതമാണ് ഈ വൈന്. പിന്നെ അതിനുശേഷം നമ്മൾ നോക്കുന്നത് ഈ വൈൻ്റെ ആ ഒരു ട്രാൻസ്പെറൻറ്റ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമ്മളൊരു വൈറ്റ് ഷീറ്റിലൊക്കെ നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതൊരു റെഡ് വൈനാണ്. നമുക്കൊരു ഒരു എന്താ പറയുന്നത്, ഇത് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ കളറാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ റെഡ് വൈൻ ആണെങ്കിലും അതിനെല്ലാം പല ടൈപ്പുള്ള കളറുകളാണ്. ഇപ്പം ഇതിന് സഞ്ജവേസെ എന്ന് പറയുന്ന ഗ്രേപ്പ് കൊണ്ട് ഉണ്ടാക്കിയ വൈനായതുകൊണ്ട് ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് റുബീനോ ആണ്. റുബീനോ റെഡ് ആണ്. റുബീനോ റോസോ ആണ്. നമ്മൾ എന്നിട്ട് അതിൻ്റെ ആ ഇൻറ്റൻസിറ്റിയൊക്കെ നല്ല ഭാഗത്തുള്ള ഇൻറ്റൻസിറ്റിയൊക്കെ നോക്കുന്നു. അതൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഈ ഇതൊന്ന് കറക്കുന്നു. നമ്മളിങ്ങനെ കറക്കുമ്പോൾ ഈ വൈനിൻ്റെ എത്രമാത്രം കറങ്ങുന്നുണ്ട് കണ്ടോ, പെട്ടെന്ന് നിൽക്കുന്നുണ്ടോ, പെട്ടെന്ന് നിൽക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വൈൻ്റെ കാഠിന്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കണ്ടോ, ഇത് ഒരു പെട്ടെന്ന് നിൽക്കുവാണത്. അതുകൊണ്ട് അത് അതിന് നല്ല കാഠിന്യമുള്ള വൈനാണത്. പിന്നെ അതുപോലെ കാഠിന്യം എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അകത്തുള്ള ആൽക്കോൾ, അതിനകത്തുള്ള എല്ലാ സംഭവങ്ങളും ഇട്ടാണ്. പിന്നെ അതുപോലെ ഈ കാണുന്ന ഇറങ്ങുന്നുണ്ടോ, ഈ ഗ്ലാസ്സിൽ ചുറ്റും ഇറങ്ങുന്നത് അതെന്താ ഇറങ്ങുന്നത് വെച്ചാൽ അതിനകത്ത് ആൽക്കോളിന്റെ കണ്ടൻസിനനുസരിച്ചിരിക്കും. ആൽക്കോൾ എത്രമാത്രം ഉണ്ടെന്ന്, ആൽക്കോൾ നല്ലപോലെ ആൽക്കോൾ ഉള്ളത് മെല്ലെ ഇറങ്ങുള്ളൂ. പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ കണ്ട ഈ പറയുന്ന ലൈറ്റ് വൈനോ അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ അവിടെ കണ്ട ആ ഡിസ്റ്റിൽഡ് ആയിട്ടുള്ള ഗ്രാപ്പയോ വിസ്കിയോ അതൊക്കെ വളരെ സ്ലോവിൽ ഇറങ്ങും. ഇത് 13-14% ആൽക്കോൾ ഉണ്ട് ഇതിനകത്ത്. അപ്പം അതുകൊണ്ട് കണ്ട ഇത് ഒരു മീഡിയം ലെവലിലാണ് ഇത് താഴോട്ട് ഇറങ്ങുന്നത്. നിങ്ങൾ കറക്കുമ്പോൾ കാണുമ്പോൾ അറിയാം. അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ലുക്കിൽ കണ്ടുപിടിക്കേണ്ടത്. ഇനി നമ്മൾ ജസ്റ്റ് നമ്മൾ സ്മെല്ല് ചെയ്യുകയാണ് വൈൻ. നമ്മൾ സ്മെല്ല് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് അപ്പോൾ നമ്മൾ സ്മെല്ലിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ സ്മെല്ലിലുള്ള ഇൻറ്റൻസിറ്റി, അതായത് ഒരു 5 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ നമ്മുടെ മൂക്കും ഈ ഗ്ലാസും തമ്മിലുള്ള എത്ര ഡിസ്റ്റൻസിൽ നമുക്ക് ഇതിൻ്റെ പെർഫ്യൂം അറിയാൻ സാധിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പം ഇത് നല്ല എത്ര ഡിസ്റ്റൻസ് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ നമുക്കൊരു 5 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് നമുക്ക് ഇതിൻ്റെ സ്മെല്ലുകൾ കിട്ടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിനകത്തുള്ള പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ക്ലീൻ ആണോ വൈൻ, അതായത് എന്തെങ്കിലും ബാഡ് സ്മെല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നു. ഇല്ല, നമുക്ക് വേറെ ബാഡ് സ്മെല്ലൊന്നും കിട്ടുന്നില്ല, നല്ല ക്ലിയർ ആയിട്ടുള്ള വൈനാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് പെർഫ്യൂം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പെർഫ്യൂമുകളാണോ എന്നുള്ളതാണ് ശ്രദ്ധിക്കുന്നത്. അപ്പം ഓക്കെ, അതും ക്ലീൻ ആണ് ആ പെർഫ്യൂമിൻ്റെ അകത്ത്. ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മൾ വൈനൊന്ന് ഷെയ്ക്ക് ചെയ്യുന്നു. ഈ ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് എയർ പാസ് ചെയ്തിട്ടാണ് വൈൻ ഓപ്പൺ ആകുന്നത്. ഈ ഓപ്പൺ ആകുമ്പോൾ ഇതിനകത്തുള്ള ക്യാരക്ടറുകൾ ഫുള്ള് പുറത്തു വരും. പ്രൈമറി, സെക്കൻഡറി, തേർഡ്. പ്രൈമറി എന്ന് പറയുന്നത് ഗ്രേപ്പിലുള്ളത്, സെക്കൻഡറി എന്ന് പറയുന്നത് നമ്മൾ ആ ഓക്കിൽ കണ്ടത് ക്യാരക്ടറുകൾ, മൂന്നാമത്തെ പറഞ്ഞ് ഏജിങ്ങിന്റെ സമയത്ത് വരുന്നത്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രൈമറി തൊട്ട് നമ്മൾ എടുക്കുകയാണ്. ഒരു റെഡ് വൈൻ എന്ന നിലയ്ക്ക് ഇതിനകത്ത് നമുക്ക് പ്രൈമറി ക്യാരക്ടറുകൾ കിട്ടുന്നത്
ഏതെങ്കിലും ചുവന്ന പൂവിൻ്റെ ആയിരിക്കും. ഇതിനിപ്പോൾ നല്ല പോലെ നിങ്ങൾക്ക് എന്തിൻ്റെയും പൂവിൻ്റെ സ്മെല്ല് കിട്ടുന്നുണ്ടോ നോക്കുക നിങ്ങൾ. ഇതിനകത്ത് പൂവിൻ്റെ സ്മെല്ല് റോസപ്പൂവിൻ്റെ മണമുണ്ട് അല്ലേ, കിട്ടുന്നില്ല? റോസപ്പൂ, വ്യോള എന്ന് പറയുന്ന പൂവിൻ്റെ ഉണ്ട്. ഈ 2 പൂവായിരിക്കും നമുക്ക് ഈ സഞ്ജവേസ ഗ്രേപ്പിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള. പിന്നെ നമുക്ക് ഫ്രൂട്ട്സ് ആണ്, നമ്മൾ ഫ്രൂട്ട്സിൻ്റെ സ്മെല്ലുകൾ. അതായത് ഇതിനകത്ത് എന്തെല്ലാം ഫ്രൂട്ട്സിൻ്റെ സ്മെല്ലുകളുണ്ട് ഇതിനകത്തുള്ളത്. നിങ്ങൾ സ്മെല്ല് ചെയ്യുമ്പോൾ പറയുക, നമ്മുടെ മൂക്കൊക്കെ നല്ല ക്ലിയർ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബ്ലൂബെറി, ചെറി, ഫ്രൂത്തിരി, നമ്മൾ ഈ ഫ്രൂട്ട്സ്, ഈ കാട്ടുപഴങ്ങൾ, കുഞ്ഞു കുഞ്ഞു കാട്ടുപഴങ്ങളുണ്ടല്ലോ, ഈ ചെറി, പിന്നെ അതുപോലെ എന്താ പറയുക ബ്ലാക്ക്ബെറി, ബ്ലൂബെറി, അങ്ങനെയുള്ള ഫ്രൂട്ട്സിൻ്റെ ആണ്. അതാണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് ഈ ഗ്രേപ്പിൽ. പറഞ്ഞ മനസ്സിലായി. പിന്നെ നമുക്ക് കിട്ടുന്ന സ്പൈസസ് അത് നമുക്ക് ഓക്കിന്ന് കിട്ടുന്നതാണ്. ഇതിനകത്ത് പെപ്പറിന്റെ മണമുണ്ട്, പെപ്പർ, കുരുമുളകിന്റെ പെപ്പറുണ്ട്, വനീലയുടെ സ്മെല്ലുണ്ട്, വനീലയുടെ സ്മെല്ലുണ്ട്. പിന്നെ ഇതിനകത്ത് മണ്ണ്, നനഞ്ഞ മണ്ണിന്റെ ഉണ്ടല്ലേ, അത് ആ ഗ്രേപ്പിൽ നിന്നുള്ള ഇതാണ്, നനഞ്ഞ മണ്ണ്. സഞ്ജുബേസയ്ക്ക് ഒരു ഗ്രേപ്പിൽ മണ്ണിന്റെ ഒരു മണമുണ്ട് ആ ഗ്രേപ്പിന്. അപ്പൊ അത്, പിന്നെ അതുപോലെ ഇതിനകത്ത് തുകലിന്റെ ലെതറിന്റെ സ്മെല്ല്, ചെറുതായിട്ട് ലിക്വറീസിയ, അതായത് ചോക്ലേറ്റ്, കഫേ, ഈ സ്മെല്ലുകളൊക്കെയാണ് ഇതിനകത്ത് കിട്ടുന്നത്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു വൈൻ കംപ്ലീറ്റഡ് വൈനാണ്. ടേസ്റ്റ് ക്യാരക്ടേഴ്സിലെല്ലാം ഉള്ളൊരു ഫുള്ളി ബോഡി വൈനാണിത്. ഇനി നമ്മൾ ഇതിന്റെ ടേസ്റ്റ് ചെയ്യുവാണ്. എങ്ങനെയാണ് ടേസ്റ്റ് ചെയ്യുന്നത്? അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ പാലറ്റിൽ ഒന്ന് എടുത്തിട്ട് നമ്മളൊന്ന് വലിക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഈ എല്ലാ ഭാഗത്തോട്ടും ഇതിൻ്റെ ആ ടേസ്റ്റ് വരും. നമ്മൾ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ വലിച്ചിട്ട് ഇപ്പം നമ്മൾ കണ്ട നമ്മളെ മൂക്കിൽ മണത്ത ആ ടേസ്റ്റ് എല്ലാം നമ്മുടെ വായിൽ വരും. അങ്ങനെ നമ്മൾ ആ വൈന് നമ്മൾ ഇവാലുവേഷൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 6 ഭാഗമായിട്ട് നമ്മൾ ഇത് തിരിക്കുകയാണ്. അതായത് 3 ഭാഗം ഇടസൈഡ് 3 ഭാഗത്ത് വരും. അതായത് സോഫ്റ്റ് ഭാഗവും ഹാർഡ് ഭാഗവും. സോഫ്റ്റ് ഭാഗം ഏതൊക്കെയാണ്? അപ്പോൾ ഇനി നമ്മളിതിൻ്റെ ടേസ്റ്റിങ്ങിന് ഞാൻ പറഞ്ഞ 3 ഇടത്ത് ഭാഗം 3 വലത് ഭാഗം, അതായത് നമ്മുടെ സൈഡിൽ വേണ്ട സോഫ്റ്റ് ഭാഗവും ഹാർഡ് ഭാഗവും. സോഫ്റ്റ് ഭാഗം ഏതൊക്കെയാണ് നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ? ഇതിൻ്റെ സോഫ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ആ ഒരു സോഫ്റ്റ്നെസ്, വൈൻ്റെ സോഫ്റ്റ്നെസ്, നമ്മൾ ഇടതു ഭാഗത്ത് നമ്മൾ ചെയ്യുക സോഫ്റ്റ്നെസ്. പിന്നെ ഇതിൻ്റെ ആൽക്കോള്, ഇതിനകത്തുള്ള ആൽക്കോളിൻ്റെ അത് നമ്മൾ മനസ്സിലാക്കുക. ആൽക്കോൾ നമ്മൾ വിഴുങ്ങുമ്പോൾ, നമ്മൾ ഉള്ളോട്ട് എടുക്കുമ്പോഴാണ് നമ്മുടെ ഈ തൊണ്ടയുടെ ഭാഗത്താണ് നമുക്ക് ചെറിയ ചൂടൊക്കെ അനുഭവപ്പെട്ട്, അതാണ് നമ്മൾ ആൽക്കോളിന് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നത്, നമ്മൾ ഇറക്കുന്ന സമയത്ത് നമുക്കറിയുന്നത്. പിന്നെ ഇതിൻ്റെ ഷുഗറിൻ്റെ അംശം, വൈന് ഡ്രൈ ആണോ, മധുരമുള്ളതാണോ, ഇത് ഡ്രൈ വൈനാണത്. പിന്നെ പാർട്ട് ഹാർഡ് വശത്തിൽ, ഹാർഡ് സൈഡിൽ ഇതിൻ്റെ അസിഡിറ്റി, ടനിസിറ്റി, കമർപ്പ്, അതായത് നമുക്ക് ആ തൊലിയിൽ കിട്ടുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഉപ്പിനുള്ള ലവണങ്ങളുടെ അംശം, ഉപ്പിൻ്റെ ഇങ്ങനെയാണ് നമ്മളത് ഇവാലുവേഷൻ ചെയ്യുന്നത്. എത്രമാത്രം ഉണ്ട്, എങ്ങനെയാണെന്ന് നമ്മളത് ഇവാലുവേഷൻ ചെയ്യാൻ. പിന്നെ അതിനുശേഷം നമ്മൾ ഇറക്കിയതിന് ശേഷമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഇറക്കിയതിന് ശേഷമുള്ള കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ ആ മണവും ആ പെർഫ്യൂമും എല്ലാം നമ്മുടെ വായിക്കകത്ത് നമ്മൾ എത്ര സെക്കൻഡ് നിൽക്കുന്നുണ്ടെന്ന് നമ്മൾ നോക്കുകയാണ്. നമ്മൾ കൗണ്ട് ചെയ്യണം, 1, 2, 3, 4 അങ്ങനെ എത്ര. അപ്പം അത് ഓരോ വൈനനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. പറഞ്ഞ മനസ്സിലായി. അതിനുശേഷം ഇതിൻ്റെ ആ കമർപ്പും ഇതിൻ്റെ അസിഡിറ്റി എല്ലാം കണക്കാക്കി നമ്മൾ ഈ വൈനെ ഇവാലുവേഷൻ ചെയ്യുവാണ്. ഈ വൈൻ എങ്ങനെയുള്ള വൈനായിരിക്കും, എത്ര വർഷം വരെ പോകും, എത്ര വർഷത്തെ പഴക്കമുണ്ട് എന്നൊക്കെ. അത് അതിൻ്റെ ആ അസിഡിറ്റിനെയും ആ ഒരു റെഡ് വൈൻ ആണെങ്കിൽ അതിനുള്ള ആ കമർപ്പിനെയും ടാനിസിറ്റിനെയും കൂടെയാണ് ഇവാലുവേഷൻ ചെയ്താണ് നമ്മളൊരു വൈനെ ക്ലാസിഫിക്കൈ ചെയ്യുന്നത്. അത് എത്ര വർഷം വരെ മുന്നോട്ട് പോകും, എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ. അതിനുശേഷം നമ്മൾ പറയുകയാണ് ഈ വൈന് ഇത്ര വർഷം പഴകിയതാണ്, അല്ലെങ്കിൽ ഇത്ര വർഷം എങ്ങാണ്, ഇത്ര വർഷം പോകും, ഇത്ര പറഞ്ഞാൽ മനസ്സിലായി. അപ്പോൾ ഇതിന് പറ്റി നമ്മുടെ ഇതിനെ പറ്റിയ ഫുഡ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു വൈൻ ടേസ്റ്റിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നത്.
താങ്ക് യു. അപ്പൊ താങ്ക് യു ബിനോയ് ചേട്ടന്, വളരെ നന്ദി. വളരെ നന്ദി നിങ്ങൾക്കും. വളരെ നിങ്ങൾക്ക് ഈ വീഡിയോ